ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എന്തെല്ലാണ്ട് വിശേഷം ഫ്രണ്ട്സ്? അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളാണ് കേട്ടോ. രാവിലെ മക്കളെ വിടണം, കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. പക്ഷെ അതൊക്കെ മെല്ലെയാണ്. ആദ്യം മക്കളെ വിടുക, ചായ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ചോറ്, കറി, ഉപ്പേരി, അങ്ങനെ പരിപാടികളൊക്കെയാണ്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഇതൊക്കെ റെഡിയായി ഉണ്ട്. ഇനി കുറച്ച് പരിപാടികളും ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മക്കളെ വിടുക. പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ ലേവ് പരിപാടിയൊക്കെയാണ്. രാവിലെ തന്നെ ചൂടോടെ ഞാൻ ചായ കുടിക്കട്ടോ. ചായ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് പോണതിന് മുന്നേ ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ആദ്യത്തെ ടാസ്ക് മക്കളെ സ്കൂളിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ആക്കി വിടുക എന്നുള്ളതാണ് കേട്ടോ. അവരെ കുളിപ്പിച്ച് അങ്ങനെ അവർക്കുള്ളത് റെഡിയാക്കണം. പുറത്ത് നല്ല കോഴികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്തു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ രാവിലെ ഇന്ന് ഉണ്ടാക്കിയത് പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്. ഞാൻ നേരത്തെ മക്കൾക്കും വാരി കൊടുത്ത് ഞാനും ഒപ്പം ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് സ്നാക്സിനായിട്ട് ഇതാ ഇതുപോലെ ബിസ്ക്കറ്റും ക്രീം ബണ്ണുമാണ് വെച്ച് കൊടുത്തത്, ചോക്ലേറ്റിൻ്റെ ക്രീം ബണ്ണും. പിന്നെ കുറച്ച് സോയാബീൻ കറി വെച്ച് കൊടുത്തു, കുറച്ച് ചെറിയ പയർ ഉപ്പേരി വെച്ച് കൊടുത്ത്. അങ്ങനെ ലീവായതുകൊണ്ട് ഹിബമോളെ കൊണ്ടാക്കുകയാണ് കേട്ടോ. സ്കൂൾ ബസ് തൊട്ട് പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ചിട്ടോ. ഇന്ന് പിന്നെ പച്ചക്കറി അല്ല, ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ചെറിയ ചെമ്മീനാണ്, ഇടത്തരുമല്ല, നല്ല ചെറുതാണ്. ഇതിൽ കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും അതൊക്കെ ഒന്ന് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഞാനെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഈ ഒരു വലിപ്പമേ ഉള്ളൂ കേട്ടോ. ഉപ്പേരിക്ക് ഇതാ കണ്ടോ വഴുതനങ്ങ കേട്ടോ. ഈ വഴുതനങ്ങ ഫ്രഷാണ് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ താത്ത തന്നതാണ്, ഫ്രണ്ടിലെ വീട്ടിലെ താത്ത തന്നതാണ് അവിടെ വീട്ടിലുണ്ടായത്. അങ്ങനെ പയറും കുറച്ച് വഴുതനങ്ങ ഉപ്പേരിയാക്കി. പിന്നെ കറി വേഗം ഞാൻ സ്റ്റെവുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഒന്നും കൂടി തിളച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ, എന്നാലേ ടേസ്റ്റ് കൂടുള്ളൂ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കണുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ കണ്ടില്ലേ കാവലിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ട്. ഇത് കഴുകുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസം കൊണ്ടുവന്ന പൊറോട്ട ഈ കറി കണ്ടപ്പോൾ പിന്നെ ഒട്ടും ഞാൻ നേരം കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊറോട്ടയ്ക്ക്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അങ്ങനെ പൊറോട്ടയിൽ കറി ഒഴിച്ചിട്ട് ഉള്ളത്. അങ്ങനെ ഇതൊക്കെ ഒന്നാണ്ട് കഴിച്ചു. പുറത്തുനിന്നുള്ള കോഴി പതിവ് പോലെ കൂക്കി വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് നോക്കുമ്പോൾ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികൾ നല്ല അടികൂട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എണീറ്റ് കുറച്ച് ചായയൊക്കെ കാച്ചിയതിന് ശേഷം കുറച്ച് അവിൽ കുഴച്ച് അതും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. ബൈ, അസ്സലാമു.